ഇത്രയും ക്രൂരത വേണ്ടായിരുന്നു എന്റെ മോനോട്. ഞാനും എന്റെ പെങ്ങളും അനുഭവിച്ചതിന്റെ ഒരംശം പോലും ആയിട്ടില്ല. എടോ, അവനൊരു രോഗിയാണെന്ന് അറിഞ്ഞൂടെ തനിക്ക്? വേഗം തുറന്നുവിടവനെ. നോ, സാധ്യമല്ല. ഇന്നത്തെ കോടതി ടൈം കഴിഞ്ഞല്ലോ. നാളെ ഞായറാഴ്ച, സൺഡേ ഈസ് എ ഹോളിഡേ. മറ്റന്നാൾ കോടതിയിൽ ഹാജരാക്കുമ്പോ ജാമ്യത്തിൽ ഇറങ്ങിക്കോ. അതിനും മാത്രം എന്ത് കുറ്റാണ് താൻ അവന്റെ പേര് ചാർജ് ചെയ്തിരിക്കുന്നത്? അതെല്ലാം കോടതിക്ക് ബോധ്യം വരുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മേയറുടെ മകനാണ് സിദ്ധാർത്ഥൻ. ഏത് ദേവേന്ദ്രന്റെ മകനായാലും അവൻ ഇവിടെ 2 ദിവസം സെല്ലിൽ തന്നെ കിടക്കും. ആ ഭ്രാന്തിനു വേണ്ടി ലോകത്തിലുള്ള വട്ടന്മാരെല്ലാം ഇറങ്ങിയിരിക്കുക. ശല്യം. എന്നാ പിന്നെ അയാളെ വിട്ടൂടെ? മിണ്ടിപ്പോരുത്. ഇത്രയും വാശി വേണോ ഏട്ടാ? ഒന്നും അയാള് വേണമെന്ന് വെച്ച് ചെയ്തതല്ലാന്നാ തോന്നുന്നേ. അതുകൊണ്ട് ഓ, നിനക്കും തുടങ്ങിയോ അവനോട് സഹതാപം? കമ്മീഷണറുടെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. കമ്മീഷണറുടെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. കമ്മീഷണറുടെ തോന്നിയാസം അവസാനിപ്പിക്കുക. കമ്മീഷണറുടെ തോന്നിയാസം അവസാനിപ്പിക്കുക. കമ്മീഷണറുടെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. കമ്മീഷണറുടെ തോന്നിയാസം അവസാനിപ്പിക്കുക. കമ്മീഷണർ സാറേ, ഒന്ന് ഇറങ്ങി വരണം. എന്താടാ? എത്രയും പെട്ടെന്ന് സിദ്ധാർത്ഥ മുതലാളി ഇറക്കി വിട്ടില്ലെങ്കിലേ ഈ പുരയ്ക്ക് ഞങ്ങൾ തീ കൊളുത്തും. ജീവൻ വേണമെങ്കിൽ എല്ലാരും സ്ഥലം വിട്ടണം. പോടാ. സിദ്ധാർത്ഥ മുതലാളിയെ പുറത്തു വിടാതെ ഞങ്ങൾ ഇവിടെ നിന്ന് അനങ്ങുന്ന പ്രശ്നമില്ല. മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ എല്ലാത്തിന്റെ ശവം എടുക്കേണ്ടി വരും മെച്ചത്തുനിന്ന്. അടിച്ച് നിരപ്പാക്കണം രാജശേഖരൻ. ആ സിദ്ധാർത്ഥ ഇലവക്കിപ്പട്ടികളാ. വരൂ. എടോ, താൻ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? മിനിസ്റ്റർ ഐജിൻ വിളിച്ചു പറഞ്ഞാ ഞാനിപ്പോ കൂട്ട് പോന്നത്. എടോ രാജൻ, അത് ഒന്നും പറയണ്ട. തന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. താൻ ആ സെല്ലിന്റെ കീഴെടുക്ക്. എടോ, മേയർ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലാണ്. എന്തും സംഭവിക്കാം. താൻ ആ സെല്ലിന്റെ കീഴെടുക്ക്. എടുക്കൂ. നിന്നെ ഒരുപാട് ഉപദ്രവിച്ചുണ്ടേ മോനെ. അച്ഛൻ ഹോസ്പിറ്റലാണ്. അയാളുടെ കാര്യമൊന്നും എനിക്ക് കേൾക്കണ്ട. മരണത്തോട് മല്ലിടുന്ന ആ മനുഷ്യൻ ബോധം വന്നപ്പോ നിന്നെ മാത്രമാണ് ചോദിച്ചത്. എന്തിന്? കൊള്ളി വെക്കാൻ കൂടെ ഞാൻ ഉണ്ടാവില്ല എന്ന് അയാളുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ ഞാൻ. സിദ്ധാർത്ഥ മുതലാളി, നമുക്ക് അങ്ങോട്ട് പോവാം. വാ മോനെ. ചെറിയ മജല് മരിക്കാൻ നേരത്ത് വെള്ളം കൊടുക്കാൻ ആളുണ്ടായില്ല എന്ന് വേണ്ട. എന്നാൽ എനിക്കുണ്ട് പറയാൻ. ആ മനുഷ്യന് നിന്നെ കാണാതെ മരിക്കേണ്ട അവസ്ഥ വന്നാൽ ഒപ്പം എന്റെ ചിതയ്ക്കും കൂടെ നീ തീ കൊളുത്തേണ്ടി വരും. നോക്കിക്കേ, സിദ്ധാർത്ഥം വന്നു. സിദ്ധാർത്ഥം വന്നു. അവൻ വന്നല്ലോ, അത് മതി. ഇനി കണ്ണടഞ്ഞാലും അങ്ങനൊന്നും പറയരുത്.